എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 19 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ സ്വന്തമാക്കിയത്? അതായത് ടെസ്റ്റ് മത്സരത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ റൺസിന് ഏറ്റവും വലിയ വിജയം നേടിയത് ഏത് ടീമിനെതിരെയാണെന്നാണ് ചോദ്യം. ഏത് ടീമിനെതിരെയാണ്? ഇംഗ്ലണ്ടിനെതിരെയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, കാഴ്ച പരിമിതിയെ ചെറുക്കുവാൻ ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം. കാഴ്ച പരിമിതിയെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് ആശാ കിരൺ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണോ ഏത്? കർണാടക. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കലാമണ്ഡലം കേശവൻ നമ്പീശൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ആരാണ്? കലാമണ്ഡലം കേശവൻ നമ്പീശൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളിയുമായാണ് ഇദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് കറണ്ട് അഫയേഴ്സിലും കലാ സാംസ്കാരികം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലും കയറി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ്? നമ്മുടെ കാസർഗോഡ് ജില്ലയാണ്. ഏത് ജില്ലയാണ്? കാസർഗോഡ്. ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്? ഡോക്ടർ BR അംബേദ്കറിന്റെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. ഓർത്തിരിക്കുക, ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ആറാമത്തെ ചോദ്യം, ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കുവാനായി കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം. ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനമാണ് ലഞ്ച് ബെൽ. എന്താണ്? ലഞ്ച് ബെൽ. ഓർത്തിരിക്കുക. ഓക്കെ, നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണെന്നാണ് ചോദ്യം. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ, ഒന്നാമത്തെ ആളാരാണ്? ഗുൽസാർ, ഉറുദു കവിയാണ്. ഉറുദു ഭാഷയ്ക്കുള്ള 5ാമത് ജ്ഞാനപീഠമാണ് ഗുൽസാറിന് കിട്ടിയത്. ഓക്കെ, അടുത്താരാണ്? സ്വാമി രാമഭദ്രാചാര്യ. സ്വാമി രാമഭദ്രാചാര്യ സംസ്കൃത കവിയാണ്. സംസ്കൃത ഭാഷയിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന 2ാമത്തെ വ്യക്തിയാണ് ആര്? സ്വാമി ആചാര്യ. ഓക്കെ, അടുത്തത് മലയാളത്തിൽ നിന്ന് ഇതുവരെ 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശങ്കരക്കുറുപ്പ്, ജി ശങ്കരക്കുറുപ്പ്. ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. ഏത് വർഷമാണ്? 1965. അടുത്തത് SK പൊറ്റക്കാട്, 1980. SK പൊറ്റക്കാടിന് എന്നാണ് ജ്ഞാനപീഠം കിട്ടിയത്? 1980. അടുത്ത തകഴി ശിവശങ്കര പിള്ള, ഏത് വർഷം കിട്ടിയത്? 1984. അടുത്ത MT വാസുദേവൻ നായർ, ഏത് വർഷം കിട്ടിയത്? 1995. അടുത്ത ONV കുറുപ്പ്, 2007. അവസാനമായിട്ട് നമുക്ക് ഇത് നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഏത് വർഷം? 2019. ഇനി ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണ്? 11 ലക്ഷം രൂപയാണ്. ഇനി 2023 ആർക്കൊക്കെയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഗുൽസാറിനും സ്വാമി രാമഭദ്രാചാര്യയ്ക്കും. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് നമ്മുടെ 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ 8ാമത്തെ ചോദ്യം, ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വിജയികളായത്. ഏഷ്യൻ ബാഡ്മിന്റൺ ടീം ചാമ്പ്യൻഷിപ്പില് വനിതാ വിഭാഗത്തിൽ വിജയികളായത് ഇന്ത്യയാണ്. ഓക്കെ, ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാം. ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. റൂട്ടഡ് ആപ്പിൽ LDCയുടെ ഫ്രീ ക്ലാസ്സുകൾ റൺ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റുകളുണ്ട്, അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇതൊക്കെ തികച്ചും ഫ്രീ ആണ്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ PSC റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.